ഒന്നു തൊടുമ്പോൾ ഞാൻ വെറുതെ പൂത്തുപോയി നാണമായി. ഞങ്ങളുടെ അലംഭാവം കൊണ്ടാണ് കുഞ്ഞേറ്റ, അല്ലെങ്കിൽ നല്ലോണം കുഞ്ഞേറ്റ പഠിക്കാനുള്ള സമയമായി. നമ്മളത്ര കണ്ടെത്തിയില്ല. സന്തോഷം. നമ്മള് അത്രയും ഉയരത്തിലുള്ള ഒരാളെ കാണാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞത് ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. കലയുണ്ടെങ്കിൽ അതൊരു ദൈവിക അനുഗ്രഹമല്ലേ, ബാക്കിയൊക്കെ നമുക്ക് പുറകെ വന്നോളൂ. അതെ അതെ തീർച്ചയായിട്ടും. കുഞ്ഞാറ്റയ്ക്ക് എന്താ തോന്നുന്നത് ഇപ്പൊ? ഷോക്കായി. ഞെട്ടല് പോലെയാണ്. ചേച്ചിക്ക് ഭയങ്കര പുതിയ പാട്ടുകാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇതുപോലെ ഭയങ്കര വിളിച്ചും കാണാറൊക്കെ ഉണ്ട് അല്ലേ? പരിചയപ്പെടണം, പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം. അങ്ങനെയാണ് വേണ്ടതല്ലേ പുതിയ തലമുറ. പുതിയ പാട്ടുകാരോടൊക്കെ എന്താ പറയണ്ടേ? കുഞ്ഞാറ്റ ഇപ്പൊ ഏറ്റവും പൊടിയായിട്ട് വന്ന് അരികിലിരിക്കുന്നു, ഒത്തിരി പേരിങ്ങനെ ആഗ്രഹത്തോടെ വന്നിരിക്കുന്നവരുണ്ട്, അവരോടൊക്കെ എന്താ പറയണ്ടേ? ശരിക്കും പറഞ്ഞാൽ സംഗീതത്തെ ഉപാസനയായിട്ട് എടുക്കുക, പിന്നെ ഗുരുത്വമാണ് പ്രധാനം. ദൈവാനുഗ്രഹം പിന്നെ ഗുരുത്വം അതും വളർത്തിയെടുക്കുക. ഗുരുദക്ഷിണ സമർപ്പിക്കുമ്പോൾ പ്രഗത്ഭരായ ആൾക്ക് ദക്ഷിണ സമർപ്പിക്കുകയാണെങ്കിൽ അവരുടെ കൈ നമ്മുടെ നെറുകയിൽ പതിയുമ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഉയർച്ചയും താഴ്ചയും വരിക. ഈ കുഞ്ഞാറ്റയുടെ പ്രായത്തില് ചേച്ചിയുടെ ഒരു ബാല്യകാലം എങ്ങനെയായിരുന്നു? പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ? ഞാനും 1.5 വയസ്സിലൊക്കെ പാടുമായിരുന്നു. അന്ന് പക്ഷെ ഇത്ര സംവിധാനങ്ങളില്ലായിരുന്നില്ലേ അന്നത്തെ കാലം. അതെ അതെ, സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു, ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു, അതെ അതെ ഒന്നുമില്ലായിരുന്നു. അത് ശരിയായിരുന്നു. എന്നാലും വേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു, അന്ന് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. എനിക്ക് ഈ വീട്ടിലേക്ക് വന്നപ്പോ വീട്ടില് ഒരുപാട് അവാർഡുകൾ കൊണ്ട് തീർത്ത ഒരു വീടെന്നാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അപ്പം ഈ സമ്മാനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഇപ്പൊ തോന്നുന്ന ഒരു സമ്മാനം എന്തായിരിക്കും? സമ്മാനം കേരളശ്രീ. കേരളത്തിലെ പത്മശ്രീക്ക് തുല്യമായ എല്ലാം അതെ കേട്ടോ, എല്ലാം പ്രധാനപ്പെട്ട. ശരിക്കും വേറൊന്നും വിടാൻ പറ്റൂല. പിന്നെ ഞാൻ 5 വയസ്സ് മുതൽ വെച്ചായിരിക്കുവാന്ന് പറഞ്ഞത്. 6-ാം വയസ്സിൽ ദാസേട്ടന്, അല്ല 5.5 വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ, ദൈനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. അപ്പം ചേച്ചീനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആരാധനയും സ്നേഹവും ബഹുമാനമൊക്കെയാണ്. എങ്കിൽ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് ഇടയ്ക്ക് ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ആയിട്ടില്ല. അപ്പൊ അമേരിക്കയിൽ പോകാനുള്ള ഇത് വന്നിട്ടില്ല ഇപ്പോഴും. അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതെ അതെ. ഇപ്പം ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഒരു വെളിച്ചം കാണുന്നുണ്ട്. വെളിച്ചം കാണുന്നുണ്ട് ഇപ്പോഴും, രാത്രി മുതലൊക്കെ അറിയാം വെളിച്ചം കൂടുതൽ കാണാം, അത്രേ ഉള്ളൂ. അതൊന്നും മാറ്റം, പഴയൊന്നും മാറ്റം ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ, വെളിച്ചം കൂടുതൽ, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ എല്ലാം സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ചിലർ ഗോസിപ്പ് എഴുതി കാഴ്ച കിട്ടിയെന്നും പറഞ്ഞു, അത് കാരണം അതില്ല. അതില്ല, ഗോസിപ്പ് അത് ഗോസിപ്പ് മാത്രമാണ് എന്നുള്ളതാണ് അല്ലേ? അതെ അതെ. ചേച്ചി ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുന്നത്? ഇതൊക്കെ അച്ഛൻ പറഞ്ഞുതരും, അച്ഛൻ കേൾപ്പിച്ചു തരും അപ്പൊ ഓരോ കാര്യങ്ങളും. ഇത്തരം ഗോസിപ്പുകളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അതൊന്നും അങ്ങനെ ചെയ്യരുത്, ശരിക്കും അത് ശരിയല്ല അല്ലേ? കാഴ്ച കിട്ടിയെന്ന് ഇപ്പൊ ആൾക്കാർ അതനുസരിച്ച് ചിലപ്പം എന്നോട് പെരുമാറിയാൽ നമുക്ക് അറിയാൻ പറ്റിയില്ല, അത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെ ആയിട്ടില്ല, അപ്പൊ ഞാൻ തന്നെ പറയും, അപ്പോഴേ വിശ്വസിക്കാവുള്ളൂ. അതെ, ചേച്ചി നേരിട്ട് വന്ന് പറയും. അതെ. കുഞ്ഞാറ്റയ്ക്ക് ഒരു പാട്ടുകൂടെ പാടി കേൾപ്പിക്കാൻ തോന്നുന്നുണ്ടോ? അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീരലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി കുന്തക്കിലുങ്ങും എന്നിലെ കുഞ്ഞു കഴുത്തിൻ പിറകിൽ നീ ഒന്നു തൊടുമ്പോൾ ഞാൻ വെറുതെ പൂത്തുപോയി നാണമായി വിടാതെ വരാം ഞാൻ നീലാത്തലോടലാൻ കിടാതൻ വാഴ്വിൻ ദീപമാണ് നീ ഇടം വലം നടന്നിടാ ദൂ 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 ഒത്തിരി വിശേഷം ചോദിക്കണമെന്നുണ്ട്, കുറച്ചേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും വരും. നമ്മുടെ വൈറൽ പാട്ടുകാരി ആളുടെ ഒരു ഡ്രീം സാധിച്ചിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. വിജയലക്ഷ്മി ചേച്ചിയെ മീറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ഫാമിലി നമ്മുടെ കൂടെ ചേരുവാണ്. ഹായ്. അപ്പം ഭയങ്കര സന്തോഷമാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. വിജയലക്ഷ്മി ചേച്ചിയെ കണ്ട് പുള്ളിക്കാരിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു തന്നിരിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് എന്ത് തോന്നുന്നു ഇപ്പോ? എനിക്ക് ഭയങ്കര ഹാപ്പി.
ആ പറച്ചിൽ എന്തോ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര ഡൗൺ ആണല്ലോ. ഭയങ്കര ഹാപ്പി. ആ എനർജി വരട്ടെ. അമ്മയും അച്ഛനും എന്ത് പറയുന്നു വിജയലക്ഷ്മി ചേച്ചിയെ കണ്ടിട്ട്? ഭയങ്കര സന്തോഷം. നമ്മള് അത്രയും ഉയരത്തിലുള്ള ഒരാളെ ഇത്ര ഒരു എന്താണ് ഏറ്റവും ഇതില് താഴ്ന്നിപ്പം മുളച്ചു വന്ന ഒരാളല്ലേ, അതിനെയൊക്കെ ശരിക്കും കാണാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞത് ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. അതന്നെ. വിജയലക്ഷ്മി ചേച്ചിയിലേക്ക് ഈ വീഡിയോ എത്തിച്ചത് ആരാണ്? അതോ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണോ ചെയ്തത്? അല്ല, അത് എന്നെ നമ്മൾ വെച്ച് കണ്ടല്ലോ, ഒരു അഡ്വക്കേറ്റ് സനീഷ് കുമാർ എന്നുള്ള അദ്ദേഹമാണ് വീഡിയോ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാറ്റനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ എഴുപനെ തന്നെയുള്ള വേറൊരു ചേട്ടനും മുഖേന ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ നേരിട്ട് കാണാമെന്ന് തീരുമാനിക്കായിരുന്നു അല്ലേ? അപ്പം വിജയലക്ഷ്മി ചേച്ചിക്ക് ദക്ഷിണ കൊടുത്തിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് പഠിക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിലാണ്. പാട്ടിനി എങ്ങനെയാ കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിക്കണമെന്നാണോ? അതെ അതെ അതെ, ശരിക്കും പറഞ്ഞ് നന്നായിട്ട്. കാരണം ഇപ്പൊ ഒരു മാർഗം തുറന്നു വന്നിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് ഇനി? അടുത്ത ഒരു ഇതുകൊണ്ടായി സംഗീതം ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് സംഗീതം. തീർച്ചയായും അതൊക്കെ അപൂർവം അല്ലേ, കിട്ടുക എന്നുള്ള ഭാഗ്യം തന്നെയാണ്. പക്ഷെ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ശരിക്കും അവിടെ നിന്ന് ഇന്ന് പറഞ്ഞു തന്ന് എല്ലാ അച്ഛനാണെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ പറഞ്ഞു. ഇപ്പം അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അച്ഛൻ്റെ രണ്ടുപേരുടെ കല കുറച്ചുകൂടി നല്ല രീതിയിൽ വികസിപ്പിക്കണം. കുഞ്ഞാറ്റയുടെ 1.5 വയസ്സിൽ ഒരു പാട്ട് ഞാൻ രാവിലെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ പാട്ട്. 1.5 വയസ്സ് തൊട്ടേ തുടങ്ങിയല്ലേ പാട്ടിനോടുള്ള ഒരു ആഗ്രഹം? പാട്ട് ശരിക്കും ചെറുപ്പത്തിലെ തന്നെ ആ ഒരു നല്ല ആ ഒരു ജനിച്ച് കുറച്ച് ഇതായി കഴിയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ആ പാടാൻ എപ്പോഴും പറ്റുന്ന ആ ഒരു ടൈം മുതൽ അവള് ചൊല്ലാൻ തുടങ്ങി. പിന്നെ എന്താ ഈ പാട്ട് പഠിപ്പിക്കാനും പുറത്തേക്ക് ഈ പാട്ട് എത്തിക്കാനും ലേറ്റ് ആയത് എന്തുകൊണ്ടാ? ഇല്ല, ഈ ശരിക്കും വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് ഞങ്ങളൊരു ടീച്ചറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിന്ധുകുമാര ടീച്ചറ് ഇവിടെ അത് ഞങ്ങളുടെ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ ഇങ്ങനെ നല്ല ഗായകനൊക്കെയാണ്. സുരേഷ് എന്നാണ് പേര്. എഴുപന്നേലെ ഒരുവിധം എല്ലാ ഇതൊക്കെ പാടുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ കെയർ ഓഫിലാണ് കാക്കത്തുരുത്തുനിന്ന് ടീച്ചർ വന്നത്. അപ്പോൾ ടീച്ചർ ആദ്യമൊക്കെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വന്നെങ്കിലും പക്ഷേ ഇവർക്ക് കൊറോണ ടൈമൊക്കെ ആയപ്പോൾ അത് സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടീച്ചറിന് അത് എപ്പോഴും നല്ല കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റും. ടീച്ചറിന് വരുന്ന സമയത്ത് ഇവർക്ക് പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ അത് അങ്ങനെ 5 വർഷമാണെങ്കിലും ഗ്യാപ്പിട്ടാണ് അത് പഠിച്ചത്. ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ല. ഞങ്ങളുടെ അലംഭാവം കൊണ്ടാണ്. കുഞ്ഞാറ്റ അല്ലെങ്കിൽ നല്ലോണം കുഞ്ഞാറ്റ പഠിക്കാനുള്ള സമയമായി. ഞങ്ങളത്ര വലിയ സപ്പോർട്ടിനല്ല, നമ്മളത്ര കണ്ടെത്തിയില്ല. പാട്ട് പാടും ഇവിടെ ആ ഒരു ഇതില് അവൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടും. അപ്പൊ നമുക്ക് ആ പാട്ട് ഇഷ്ടപ്പെടില്ല. എന്നെ സംബന്ധിച്ചെന്ന് പഠിച്ചൊരു ജോലി മേടിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതില് പക്ഷെ ഇന്ന് അവിടെ ചെന്ന് പറഞ്ഞ് കലയുണ്ടെങ്കിൽ അതൊരു ദൈവിക അനുഗ്രഹമല്ലേ, ബാക്കിയൊക്കെ നമുക്ക് പുറകെ വന്നോളൂ. അതെ അതെ തീർച്ചയായിട്ടും. അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ആ ഈശ്വര അനുഗ്രഹം നിങ്ങളെ തഴയല്ലേ എന്ന് പറഞ്ഞു.